അവനെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മകനായി പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ? ഇത് പറഞ്ഞത് KB ഗണേഷ് കുമാറിന്റെ പിതാവായ ബാലകൃഷ്ണ പിള്ളയാണ്. ഞാനിത് പറയാനുള്ള കാരണം, KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിച്ചത് ജനങ്ങളുടെ വിധിയാണ്, അവരത് തിരുത്തിക്കൊള്ളും എന്നുള്ള വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു, വാർത്തകളിലെല്ലാം നിറഞ്ഞിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിൽ, ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിരിക്കാം ഒരു പിതാവ് ഒരു മകനെ പറ്റി ഇത്തരത്തിൽ സംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഞാൻ ഗണേഷ് കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബെൻസിനും ബെൻസി എന്ന രണ്ട് കുരുന്നുകൾ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഇപ്പോഴും അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അമ്മ HIV ബാധിതയായിരുന്നു. അമ്മയിൽ നിന്നും മക്കളിലേക്ക് ആ HIV രോഗം പടരുകയും കൊല്ലം ചാത്തന്നൂരിൽ നടന്ന സംഭവമാണ്. അന്നത്തെ കാലത്ത് AK ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. ആ ഒരു കാലത്ത് വലിയ വിവാദമായിരുന്നു. ഈ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഒരു കൂട്ടം രക്ഷകർത്താക്കൾ PTA മീറ്റിംഗ് അടക്കം ഈ കുട്ടികളെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല, ഇത്തരത്തിൽ ഇവര് പഠിക്കാൻ പറ്റില്ല, അമ്മയും അച്ഛനും മരിച്ചുപോയി, അമ്മൂമ്മയാണ് ഈ കുട്ടികളെ വളർത്തിയിരുന്നത് ആ കാലഘട്ടത്തിൽ. വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളിലും ഒക്കെ തിരിഞ്ഞു. ഒരു പക്ഷേ അന്നത്തെ MLA പോലും ഈ രക്ഷകർത്താക്കളോടൊപ്പം നിന്ന് ഈ കുട്ടികളെ ആ സ്കൂളിൽ നിന്ന് പടിയിറക്കുകയാണ് ചെയ്തിരുന്നത്. ഒരമ്മൂമ്മ, വളരെ സാധുവായ കുടുംബം, അവർക്ക് ആഹാരത്തിനോ മരുന്നിനോ പോലും ചെലവിന് തികയാത്ത ഒരു ഘട്ടം. അന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാർ ചേർന്ന് AK ആന്റണിയെ കുഞ്ഞുങ്ങളോടൊപ്പം ചെന്ന് കാണാൻ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിലൂടെ കണ്ടിരുന്നു. അന്ന് ഒരു പക്ഷെ കണ്ടവർക്കറിയാം, AK ആന്റണി പോലും ആ കുട്ടികളിൽ നിന്ന് ഒരകലം പാലിച്ചാണ് നിന്നത്. HIV ബാധ തങ്ങൾക്കും പകരും, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പകരും. ഈവൻ മുഖ്യമന്ത്രി അല്ലെ AK ആന്റണി പോലും ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു അകലം പാലിച്ച് മാറി നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് അന്ന് കേരള സമൂഹം കണ്ടിരുന്നത്. ആ കുട്ടികളെ ഒന്ന് തലോടുവാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അന്ന് അദ്ദേഹത്തിന് സാധിച്ചില്ല. ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടെ നിരവധി ഫണ്ടുകൾ വന്നു ചേർന്ന ഉണ്ടായിരുന്ന സമയത്ത് ഒരു രൂപ പോലും ആ കുട്ടികൾക്ക് ഒരു കരുതൽ എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്നില്ല. നിസ്സഹായയായ ഒരു അമ്മൂമ്മയുടെ അവസ്ഥയെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അന്ന് കണ്ടിരുന്നു. അന്ന് ഒരു പക്ഷെ സുഷമ സ്വരാജ് ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടമായിരുന്നു. പിന്നീട് ഒരു പത്രവാർത്ത അവരെ ഈ ഇത്തരത്തിലുള്ള വാർത്ത അറിയിക്കുകയും ഒരു പത്രസമ്മേളനത്തിൽ അവരത് വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക, ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളും നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി ഈ കുഞ്ഞുങ്ങളെ കാണാനെത്തി. ആദ്യമായിട്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന മറ്റ് ഒരുപാട് നായകന്മാരും നടന്മാരും ഒക്കെ മലയാള സിനിമയിലുണ്ട്, രാഷ്ട്രീയ പ്രമുഖരുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരാരും ചേർത്ത് പിടിക്കാതെ സുരേഷ് ഗോപി ആ രണ്ട് കുരുന്നുകളെയും തന്റെ മാറോട് ചേർത്ത് പിടിക്കുകയും അവർക്ക് ഉമ്മ നൽകുകയും ഒപ്പം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആ ഒരു സുരേഷ് ഗോപിയെ നമ്മൾ മലയാളികൾ മറന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും പല കാര്യങ്ങളിലും അദ്ദേഹത്തിലൂടെ കാണുവാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ഗൗരവത്തോടെയും ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണകൾ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റുള്ള മന്ത്രിമാർ മറ്റുള്ള രാഷ്ട്രീയ പ്രമുഖരിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തിക്കുക. സുരേഷ് ഗോപി അങ്ങ് വലിയ രീതിയിൽ ഞാനങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല, പക്ഷേ നമ്മളുടെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം. KB ഗണേഷ് കുമാർ പറയുമ്പോൾ മറ്റൊരു കാര്യം, ഒരു തൊപ്പി വിവാദവുമായി അദ്ദേഹം പറഞ്ഞു. കമ്മീഷണർ അല്ലെങ്കിൽ ആ ഒരു സിനിമയിലെ കമ്മീഷണറുടെ ഒരു തൊപ്പി അദ്ദേഹം ധരിച്ചിരുന്നു. ആ സിനിമ റിലീസായതിനു ശേഷം കുറച്ചു നാള് അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകിൽ ഈ തൊപ്പി ഇട്ടുകൊണ്ട് നടന്നിരുന്നു. അതിന്റെ ഹാങ് ഓവർ അദ്ദേഹം ഇതുവരെ മാറ്റിയിട്ടില്ലായിരുന്നു. ആ തൊപ്പിയുടെ കഥയും ഇത്തരത്തിലായിരുന്നു. നമുക്കറിയാം, 2014 ഇടുക്കിയിലെ രണ്ടാനമ്മയുടെ പിതാവിന്റെ അതിക്രൂരമായ പീഡനത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ്, ഇപ്പോഴും ആ കുട്ടി അതിൽ നിന്ന് മുക്തയായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അന്ന് ശരീരം മൊത്തവും തളർന്ന് മാനസികമായിട്ട് വളരെ ടോർച്ചിങ് അനുഭവിച്ച ഒരു കുഞ്ഞിന്റെ കഥ വളരെ മലയാളികൾ നടുക്കത്തോടെ കണ്ടിരുന്നു. ആ തൊപ്പി ആ കുഞ്ഞിന്റെ തലയിലുണ്ട്. ഇത്തരത്തിലായിരുന്നു. ആ കുട്ടിയെ കാണാൻ സുരേഷ് ഗോപി ചെല്ലുകയും അതിനെ വാരിയെടുക്കുകയും അവന് സുരേഷ് ഗോപി എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ആ ഒരു സിനിമയിലെ ഡയലോഗുകളും സുരേഷ് ഗോപിയും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞതനുസരിച്ച് ആ കുഞ്ഞിനെ ചെന്ന് കാണാൻ ചെന്നതാണ്. ഈ തൊപ്പി
ഈ ഗണേഷ് കുമാർ പറഞ്ഞ ഈ തൊപ്പി ആ കുഞ്ഞിന്റെ തലയിൽ അദ്ദേഹം വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ആ തൊപ്പിയുടെ ഹാങ് ഓവറിൽ സുരേഷ് ഗോപി തന്റെ കാറിന്റെ പിൻസീറ്റിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയല്ല ചെയ്തിരുന്നത്. ഏറ്റവും തന്റെ ആരാധകൻ, തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ രണ്ടാനമ്മയിൽ നിന്നും ടോർച്ചറിങ് സംഭവിച്ച് അല്ലെങ്കിൽ അതിക്രൂരമായ പീഡനത്തിന് വഴിതെളിച്ചു വിട്ട ആ കൊച്ചു കുഞ്ഞിനാണ് അദ്ദേഹം ആ തൊപ്പി നൽകുകയും ഒരു താരാട്ടു പാട്ടുപാടി ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും അതിനോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയും ചെയ്ത സുരേഷ് ഗോപി. ഇത് എത്ര പേർക്കും അറിയാം എന്നുള്ളത് അറിയില്ല. ഇനി സുരേഷ് ഗോപിയുടെ കഥ അവിടെ നിൽക്കട്ടെ. നമ്മൾ പല കാര്യങ്ങളും കണ്ടും കറിഞ്ഞും അദ്ദേഹത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലവിധ കാര്യങ്ങളിലൂടെ പലർക്കും ധനസഹായം, അത് ഈ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ഫണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രമുഖരിൽ നിന്ന് വാങ്ങിക്കൊടുത്തതല്ല. അദ്ദേഹം സിനിമാ മേഖലയെ അദ്ദേഹം അധ്വാനിച്ച് ചെലവഴിച്ചിട്ടുള്ള, അല്ലെ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ, അല്ലെ അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ, അല്ലെ സ്വന്തം ക്യാഷ് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് സിനിമാ മേഖലയിലുള്ള പല പ്രമുഖ വ്യക്തികൾ ഇതിനോടകം പറയുകയും ചെയ്തിട്ടുണ്ട്. കൈയഴിഞ്ഞ് പലരെയും സഹായിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ണിൽ പെടുന്ന, അല്ലെ അദ്ദേഹത്തിന് സത്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അദ്ദേഹം കണ്ണടച്ചു പോകാറില്ല. ആശാപ്രവർത്തകരെയും മുനമ്പംകാരെയൊക്കെ കണ്ണടച്ച് പല മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പോകുന്നത് പോലെ അദ്ദേഹം പോകാറില്ല. വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തിരിച്ച് KB ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞാൽ, തൃശ്ശൂർക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സോളാർ കേസുമായി ബന്ധപ്പെട്ട് തല്ലുകൊണ്ട് നിൽക്കുന്ന KB ഗണേഷ് കുമാറിന്റെ ചീഞ്ഞറിഞ്ഞ ചതഞ്ഞ മുഖം ഇന്നും മാധ്യമങ്ങളിലൂടെ കണ്ടവർ മറക്കില്ല. മുഖത്തൊക്കെ മൂക്കിനൊക്കെ നല്ല രീതിയിൽ വീർത്ത് കണ്ണെല്ലാം തെളിഞ്ഞ് അവിടുന്ന് ചതവൊക്കെ കിട്ടി നല്ല രീതിയിൽ പഞ്ചറാക്കി വിട്ടു എന്ന് തന്നെ പറയാം. അതിനുമുമ്പ് യാമിനി തങ്കച്ചി മാധ്യമങ്ങൾക്ക് മുമ്പ്, അദ്ദേഹത്തിന്റെ ഭാര്യയായ യാമിനി തങ്കച്ചി മാധ്യമങ്ങൾക്ക് മുമ്പ് പൊട്ടിക്കരഞ്ഞതും അദ്ദേഹത്തിന്റെ വീരകൃത്യങ്ങൾ, അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള വലിയ വീരകൃത്യങ്ങൾ, തന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, വലിയ രാജാവാണ്, അദ്ദേഹം ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് എത്ര സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നൊക്കെ യാമിനി തങ്കച്ചി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ KB ഗണേഷ് കുമാർ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ തന്റെ നേർക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് അദ്ദേഹം സുരേഷ് ഗോപിയെ വിമർശിക്കുന്നത് എന്തിനെന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നത്. ഏതായാലും സോഷ്യൽ മീഡിയ മുഴുവനും KB ഗണേഷ് കുമാറിന് പൊങ്കാലയാണ്. പൊങ്കാല എന്ന് പറഞ്ഞാൽ പോരാ, ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ പോലും അതില് മെസ്സേജുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം ആരും മറക്കില്ല. പക്ഷെ മറക്കുന്നത് പലതും പല രീതിയിൽ നമ്മൾ മറക്കുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിലൂടെയാണ്. KB ഗണേഷ് കുമാർ പുതിയ ഭാര്യയുമായി അദ്ദേഹം വീണ്ടും ഒരു വിവാഹം കഴിക്കുകയും പുതിയ ഭാര്യയുമായി ചെയ്ത കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹം പലതും മറച്ചു വെച്ചുവെങ്കിലും മറ്റൊരാളെ കുത്തുമ്പോൾ, മറ്റൊരാളുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ തങ്ങൾ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വിരൽ ചൂണ്ടുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അത്തരത്തിൽ ചെയ്താൽ നന്നായിരിക്കും. വീണ്ടും വിമർശനമായി പിറ്റേ ദിവസവും കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുരേഷ് ഗോപിക്കെതിരെ വന്നിരുന്നു. തൊപ്പിയുടെ വിഷയവുമായിട്ടും തൊപ്പി എന്തിനെ ഇത്ര വിവാദമാക്കുന്നതും എന്നൊക്കെയുള്ള പരാമർശനങ്ങളുമായിട്ട് വന്നിരുന്നു. പക്ഷെ ഈ തൊപ്പി എവിടെയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പലരും അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ തൊപ്പി ആരുടെ കരങ്ങളിലാണ് അല്ലെങ്കിൽ ആരുടെ തലയിലാണ് എന്നുള്ളത്. തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധമാണ് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ എത്രയോ വോട്ടുകൾ അദ്ദേഹം നേടി. അത് മതവിഭാഗങ്ങൾ മാത്രം, ഒരു മതത്തിലുള്ളവർ മാത്രമല്ല, വിവിധ മതങ്ങളിലുള്ളവർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ കഴിവെന്നോ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമാണോ BJP എന്ന പാർട്ടിയെ അനുകൂലിച്ചുള്ളതാണോ എന്നുള്ളതല്ല, അദ്ദേഹം എന്ന വ്യക്തിയെ ഓർത്തിട്ടാവാം. എന്ത് തന്നെയാലും KB ഗണേഷ് കുമാർ തൃശ്ശൂരിൽ നിന്നാൽ 8 നിലയിൽ പൊട്ടും. KB ഗണേഷ് കുമാർ പത്തനാപുരം ഒഴിച്ച് വേറെ എവിടെ നിന്നാലും 8 നിലയിൽ പൊട്ടും. പക്ഷെ സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. KB ഗണേഷ് കുമാർ ആ ദിവസം തന്നെ കുറച്ച് BJP പ്രവർത്തകർ വന്നപ്പോൾ വലിയ സിനിമ ആക്ഷൻ രീതിയിലൊക്കെ അവരോട് സംസാരിക്കുകയും തോളിൽ തട്ടുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം സിനിമയുടെ ആ ഒരു ആക്ടിങ്ങിൽ നിന്ന്, ഹാങ് ഓവറിൽ നിന്ന് താഴോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഹാങ് ഓവർ ഒക്കെ മാറി അദ്ദേഹം തനി രാഷ്ട്രീയക്കാരനായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുമാണ് അദ്ദേഹത്തിന്റെ വിജയം. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി എന്നൊരു സഹമന്ത്രി എന്നൊരു സ്ഥാനം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹത്തിന് പല കാര്യങ്ങൾക്കും പ്രധാനമന്ത്രി നിയോഗിക്കുന്നത് നമ്മൾ കണ്ടു.
അതുകൊണ്ട് പരസ്പരം അങ്ങോട്ട് ചെളി വാരി എറിയുമ്പോൾ ഇങ്ങോട്ട് ഇരട്ടി ചെളിയും ഒപ്പം കുറച്ച് ചാണകവും കൂടി കിട്ടുമെന്ന് അറിയുക.